അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്തു ഫുസ്സിലത്തിലെ 1 മുതൽ 36 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അത്തരം സന്ദർഭങ്ങളിലും ഒരു മുസ്ലിമായി ജീവിക്കുന്ന സന്ദർഭങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയുള്ള തിന്മകൾ, സത്യനിഷേധികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും മറ്റും ഏൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളിൽ ഒരു വിശ്വാസിയുടെ സമീപനം എന്തായിരിക്കണം, ശത്രുവിനെ എങ്ങനെ മിത്രമാക്കാം, പൈശാചികമായ പ്രേരണകൾ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യണം, എങ്ങനെയാണ് അവർ ക്ഷമിക്കേണ്ടത് തുടങ്ങിയ ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് 36 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് 37-ാമത്തെ ആയത്ത് അതിലടങ്ങിയിട്ടുള്ള ആശയങ്ങൾ മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ 37-ാമത്തെ വചനം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് എന്ന് നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون. 37-ാമത്തെ ആയത്ത് വളരെ ശ്രദ്ധേയമായ ഒരു ആയത്താണ്. കാരണം ഇസ്ലാമിലേക്കുള്ള ദഅവത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ്, പിന്നീട് അതിൽ അടിയുറച്ചു നിൽക്കണം, ഇസ്തിഖാമത്ത് വേണം, തൗഹീദിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. ഈ ആയത്തിൽ 37-ാമത്തെ ആയത്തിൽ ഇസ്ലാമിൻ്റെ തൗഹീദ്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏകദൈവ ആരാധനയുടെ സന്ദേശം വളരെ യുക്തിഭദ്രമായും അതോടൊപ്പം തന്നെ മനസ്സുകൾക്ക് സമാധാനം നൽകുന്ന രൂപത്തിലും വിശദീകരിച്ചിരിക്കുന്നു. ദഅവത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം വരുന്ന വചനം എന്നുള്ള നിലക്ക് ഒരു മുസ്ലിം എന്താണ് ദഅവത്ത് ചെയ്യേണ്ടത്, തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ എന്തൊരാശയമാണ് സമർത്ഥിക്കേണ്ടത്, ലോകത്തോട് എന്താണ് വിളിച്ചു പറയേണ്ടത്, അത് നമുക്ക് ഈ ആയത്തിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിൻ ആയാത്തിഹി, അവൻ്റെ ആയാത്തുകളിൽപ്പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ആയത്തിൻ്റെ ജംആണ് ആയാത്ത്. വമിൻ ആയാത്തിഹി, അവൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അല്ലൈലു വന്നഹാറു, ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി, വന്നഹാർ എന്ന് പറഞ്ഞാൽ പകൽ. വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും. ലാ തസ്ജുദു ലിശംസി, സജദ യസ്ജുദു സജ്ദതൻ ഔ സുജൂദൻ, സജദ യസ്ജുദു, സുജൂദ് ചെയ്യുക, സാഷ്ടാംഗം നമിക്കുക, അതിനാണ് സുജൂദ് എന്ന് പറയുക. കീഴൊതുങ്ങൽ, ആരാധന എന്നതിനൊക്കെ പകരമായും അത് ഉപയോഗിക്കും. ലാ തസ്ജുദു ലിശംസി, അതുകൊണ്ട് സൂര്യൻ്റെ മുന്നിൽ നിങ്ങൾ നമിക്കരുത്. വലാലിൽ ഖമരി, ചന്ദ്രൻ്റെ മുന്നിലും, ചന്ദ്രനും നിങ്ങൾ എന്ത് ചെയ്യരുത്, സുജൂദ് ചെയ്യരുത്. മറിച്ചു വസ്ജുദു ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യണം. സജദ യസ്ജുദു സുജൂദൻ വസ്ജുദു ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യണം. അല്ലദീ ഖലഖഹുൻ, ആരാണവൻ? അവനാകുന്നു ഇവയെയെല്ലാം സൃഷ്ടിച്ചത്. ഖലഖഹുന്ന, ഖലഖ യഖ്ലുഖു ഖൽഖൻ, സൃഷ്ടിക്കുക. അല്ലദീ ഖലഖഹുന്ന, ഇതിനെയെല്ലാം അവനാണ് സൃഷ്ടിച്ചത്. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ. അബദ യഅബുദു ഇബാദത്തൻ ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ സൂര്യനെയോ ചന്ദ്രനെയോ ആരാധിക്കരുത്, അവയുടെ മുമ്പിൽ നിങ്ങൾ സാഷ്ടാംഗം നമിക്കരുത്. മറിച്ച് അവയെല്ലാം സൃഷ്ടിച്ച, രാവിനെയും പകലിനെയുമെല്ലാം സംവിധാനിച്ച
അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശുദ്ധമായ ഏകദൈവ ആരാധനയുടെ ആദർശം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ആയത്തിനെ ഒരല്പം വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിൻ ആയാത്തിഹി, അവൻ്റെ ആയാത്തുകളിൽ പെട്ടതാണ്. ആയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഖുർആനിലെ വചനങ്ങൾക്ക് ആയത്ത് എന്ന് പറയും. അതേപോലെ തന്നെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ദൃഷ്ടാന്തങ്ങൾക്ക് ആയത്ത് എന്ന് പറയും. ആകാശങ്ങൾ ദൃഷ്ടാന്തമാണ്, ആയത്തുകളാണ്. സൂര്യനും ചന്ദ്രനും രാവും പകലും എല്ലാം ആയാത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അടയാളം, ദൃഷ്ടാന്തം എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മെ നയിക്കുന്ന അടയാളങ്ങൾ, അവൻ്റെ അസ്തിത്വത്തിലേക്കും അവൻ്റെ ഏകത്വത്തിലേക്കും മനുഷ്യനെ നയിക്കുന്ന, അവന് ആ വിഷയങ്ങളിലേക്ക് തെളിവ് നൽകുന്ന അടയാളങ്ങൾക്കാണ് ആയത്ത് എന്ന് പറയുന്നത്. വേദഗ്രന്ഥങ്ങളിലെ ഓരോ വചനങ്ങളും ആ നിലക്ക് ആയത്തുകളാണ്. പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഓരോ പ്രതിഭാസങ്ങളും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ, അവൻ്റെ അസ്തിത്വത്തെ വിളിച്ചോതുന്ന അടയാളങ്ങളും തെളിവുകളും ദൃഷ്ടാന്തങ്ങളുമാണ്. അതുകൊണ്ട് ആയത്ത് എന്ന് പറഞ്ഞാൽ തെളിവ്, അടയാളം, ദൃഷ്ടാന്തം. വമിൻ ആയാത്തിഹി, അപ്രകാരമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തെളിവുകളിലും ദൃഷ്ടാന്തങ്ങളിലും പെട്ടതാണ് അല്ലൈലു വന്നഹാർ, രാത്രിയും പകലും. രാവും പകലുമെന്നത് അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച അത്ഭുതകരമായ രണ്ട് പ്രതിഭാസങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വഖ്തിലാഫുൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒരുപാട് അധ്യായങ്ങളിൽ അത് പറയുന്നുണ്ട്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നുണ്ട്, അല്ലാഹു പകലിനെ മാത്രം നിലനിർത്തിയാൽ രാത്രിയെ നിങ്ങൾക്ക് ആര് കൊണ്ടുവന്നു തരും? രാത്രിയെ സ്ഥിരമാക്കിയാൽ പകലിനെ നിങ്ങൾക്ക് ആര് കൊണ്ടുവന്നു തരും? അപ്പോൾ പകൽ സമയം അധ്വാനിക്കുവാൻ ആവശ്യമായ രൂപത്തിൽ അതിനെ വെളിച്ചമുള്ളതാക്കി, രാത്രി വിശ്രമിക്കാൻ ആവശ്യമായ രൂപത്തിൽ രാത്രിയെ നിങ്ങൾക്ക് ഇരുട്ടാക്കി തന്നു, ഒരു വസ്ത്രമാക്കി തന്നു. എന്തിനാണ്? വിശ്രമിക്കാൻ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് രാവിനെയും പകലിനെയും സംവിധാനിച്ചു തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ കണ്ടെത്തുവാനും ആ നിഅമത്ത് നൽകിയ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കാനും വേണ്ടിയാണ്. അതാണ് ഇവിടെ വമിൻ ആയാത്തിഹിൽ ലൈലു വന്നഹാറു. അതേപോലെ തന്നെ ഈ പ്രതിഭാസങ്ങളൊക്കെ അല്ലാഹു സൃഷ്ടിച്ചതാണ്. അവക്ക് സ്വന്തമായ അസ്തിത്വമില്ല. അവ സ്വയം നിലവിൽ വന്നതോ നിലനിൽക്കുന്നതോ അല്ല. അതുകൊണ്ട് തന്നെ രാവിനെയോ പകലിനെയോ ആരാധിക്കാൻ പാടില്ല. കാരണം അത് അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ്. എന്നതുപോലെ തന്നെ വശംസു, സൂര്യൻ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. നമുക്കറിയാം, സൂര്യൻ ഉദിക്കുമ്പോഴാണ് പകലുണ്ടാകുന്നത്, സൂര്യൻ അസ്തമിക്കുമ്പോൾ രാത്രി ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇവിടെ പകലിനെക്കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ ശംസിനെക്കുറിച്ച് പറഞ്ഞു, സൂര്യനെക്കുറിച്ച് പറഞ്ഞു. സൂര്യൻ ഉദിക്കുമ്പോൾ വെളിച്ചമുണ്ടാകുന്നു. അതിൻ്റെ പ്രകാശം കൊണ്ട് ജീവജാലങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നു. ഭൂമിയിൽ മനുഷ്യവാസം സാധ്യമാകുന്നത് സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ വീണ്ടും പറഞ്ഞു വൽ ഖമറു, രാത്രിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്നതാണല്ലോ ചന്ദ്രൻ. ധാരാളം ഉപകാരം ചന്ദ്രനെ കൊണ്ടുമുണ്ട്. ദിവസങ്ങളുടെ, ആഴ്ചകളുടെ, മാസങ്ങളുടെ കണക്കുകൾ അറിയുക, അതേപോലെ തന്നെ അതിൻ്റെ നിലാവലകൾ ആസ്വദിക്കാൻ സാധിക്കുക, അങ്ങനെ തുടങ്ങി വർഷങ്ങളുടെ കണക്കുകൾ മനസ്സിലാക്കുവാനും മറ്റും നാം സൂര്യനെയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ചന്ദ്രനെയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മറ്റു ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സൂര്യൻ, ചന്ദ്രൻ, രാവ്, പകൽ, ഇതൊക്കെ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഇനിയാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. എന്താണത്? ലാ തസ്ജുദൂ ലിശംസി, അതുകൊണ്ട് തന്നെ സൂര്യന് നിങ്ങൾ സുജൂദ് ചെയ്യരുത്. നമുക്കറിയാം, ലോകത്ത് ധാരാളം ആളുകൾ സൂര്യനെ ആരാധിക്കുന്നവരാണ്, സൂര്യദേവനെ ആരാധിക്കുന്നവരാണ്. അങ്ങ് ഫറോവയുടെ കാലഘട്ടത്തിൽ വരെ അവരൊക്കെ സൂര്യാരാധകന്മാരായിരുന്നു. വെളിച്ചത്തെ ആരാധിക്കുക, സൂര്യനെ ആരാധിക്കുക, വിളക്കിനെ ആരാധിക്കുക, അഗ്നിയെ ആരാധിക്കുക, ഇങ്ങനെ പല നിലക്കുമുള്ള ആരാധന ലോകത്തുണ്ട്. സൂര്യാരാധന ഒരു പ്രധാനപ്പെട്ട ആരാധനയായി മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അത് അന്നും ഇന്നുമുണ്ട്. ഇന്ത്യയിലും വളരെ വലിയൊരു വിഭാഗം ആളുകൾ സൂര്യനെ, സൂര്യദേവൻ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യദേവനെ ആരാധിക്കുന്നു, സൂര്യദേവനെ നമസ്കരിക്കുന്നു. യോഗ പോലെയുള്ള ചില പ്രത്യേകതരം
ഏർപ്പാടുകൾ സത്യത്തിൽ സൂര്യാരാധനയുടെയും മറ്റും ഭാഗമായിട്ടുള്ളതാണ്. കാരണം സൂര്യൻ്റെ പിന്നിൽ ഒരു ദേവനുണ്ട്. ആ ദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നതും നമുക്ക് വെളിച്ചം നൽകുന്നതും ഒരുപാട് ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതും. ആ നിലക്ക് സൂര്യൻ്റെ പിന്നിൽ ഒരു ദേവനെ സങ്കല്പിച്ചോ, അല്ലെങ്കിൽ സൂര്യനെ തന്നെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി സങ്കല്പിച്ചോ, അല്ലെങ്കിൽ സൂര്യൻ തന്നെ ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടോ സൂര്യൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, സാഷ്ടാംഗം നമിക്കുന്ന, സൂര്യനെ ആരാധിക്കുന്ന ഒരവസ്ഥ ലോകത്തുണ്ട്. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഉപകാരങ്ങളാണ് അവരതിന് കാരണമായി പറയാറുള്ളത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ തസ്ജുദൂ ലിശംസി, നിങ്ങൾ സൂര്യനെ ആരാധിക്കരുത്, അതിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യരുത്. വേറെ ചില ആളുകൾ ചന്ദ്രനെ ആരാധിക്കുന്നു. അള്ളാഹു പറയുന്നു, വല ലിൽ ഖമരി, ചന്ദ്രൻ്റെ മുന്നിലും നിങ്ങൾ സുജൂദ് ചെയ്യരുത്. ചന്ദ്രൻ്റെ പിന്നിൽ ഒരു ദേവനെ അല്ലെങ്കിൽ ദേവതയെ സങ്കല്പിച്ച്, അല്ലെങ്കിൽ അതിനെ തന്നെ ദൈവമാണെന്ന് കരുതി ചന്ദ്രനെയും ആരാധിക്കുന്ന, ചന്ദ്രൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഗുണങ്ങളൊക്കെ നൽകുന്നതിനാൽ അതിനെ ആരാധിക്കുന്നു. ഇങ്ങനെ തങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്നതിനെ മുഴുവൻ ആരാധിക്കുന്ന, കണ്ടതിനെയും കേട്ടതിനെയുമെല്ലാം അതിനോടൊക്കെ ഒരു ആരാധന തോന്നുന്ന അവസ്ഥ മാനവ സമൂഹത്തിൽ എന്നും നിലനിന്നിട്ടുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ഇസ്ലാം പഠിപ്പിക്കുന്നു, സൂര്യൻ്റെ ഗുണം കൊണ്ടാണ് നിങ്ങൾ സൂര്യനെ ആരാധിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ സൂര്യനെ അല്ല ആരാധിക്കേണ്ടത്. പിന്നെയോ ആ സൂര്യനെ സൃഷ്ടിച്ച് അതിന് വെളിച്ചം നൽകി അതിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും ചെയ്തത് സൂര്യൻ്റെ സ്രഷ്ടാവാണ്. സൂര്യൻ്റെ സ്രഷ്ടാവിനെ ആരാധിക്കുക, സൂര്യനെയല്ല. ചന്ദ്രൻ്റെ സ്രഷ്ടാവിനെ ആരാധിക്കുക, ചന്ദ്രനെയല്ല. എന്നതുപോലെ ചിലർ നക്ഷത്രങ്ങൾ ആരാധിക്കുന്നവരുണ്ട്, പർവ്വതത്തെ ആരാധിക്കുന്നവരുണ്ട്, ഭൂമിയെ ആരാധിക്കുന്നവരുണ്ട്, സമുദ്രത്തെ ആരാധിക്കുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാറ്റിനെയും ആരാധിക്കുന്നു. അതിൽ നിന്ന് ലഭിക്കുന്ന ഗുണമാണ് കാരണം പറയാറുള്ളത്. അപ്പോൾ പിന്നെ ആരാധിക്കേണ്ടത് ആ ഗുണങ്ങളൊക്കെ അവക്ക് നൽകി അതിനെ ഇവിടെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിനെയല്ലേ? അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. കാരണം സൂര്യനോ ചന്ദ്രനോ രാവോ പകലോ മറ്റു പ്രതിഭാസങ്ങളൊന്നും തന്നെ ഇവിടെ താനേ നിലവിൽ വന്നതോ സ്വന്തം നിലക്ക് നിലനിൽക്കുന്നതോ സ്വന്തം നിലക്ക് അവ നിങ്ങൾക്ക് ഉപകാരമോ നൽകുന്നില്ല. അതെല്ലാം നിലവിൽ വന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹുവാണ് അവയെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് അവയെ നിലനിർത്തുന്നത്. അതിൽ എന്തെല്ലാം ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നതാണ്. വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു എന്നാണ്. സമുദ്രത്തെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വസഖറ ലക്കുമുൽ ഫുൽക ഫിൽ ബഹർ, സമുദ്രത്തിൽ കപ്പലിന് അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു, സമുദ്രത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. എല്ലാം അള്ളാഹുവാണ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ള മുഴുവനും അള്ളാഹുവാണ് നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിട്ടുള്ളത്. ആകാശങ്ങളുടെ സൃഷ്ടാവും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ. അതുകൊണ്ട് ഈ സൃഷ്ടികളെ അല്ല ആരാധിക്കേണ്ടത്, അവയെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾ ആരാധിക്കരുത്, അവയുടെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. പിന്നെ ആരെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്? ആരുടെ മുന്നിലാണ് സുജൂദ് ചെയ്യേണ്ടത്? വസ്ജുദൂ ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യൂ, അവനെ ആരാധിക്കൂ. കാരണം ആരാണവൻ? അല്ലദീ ഖലഖഹുന്ന, അവനാകുന്നു അവയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ സൃഷ്ടികളെ അല്ല ആരാധിക്കേണ്ടത്, സ്രഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ, സാക്ഷാൽ ദൈവത്തെ ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്, യഥാർത്ഥ ആരാധ്യനായ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരുണ്ടാവുകയില്ല. എങ്കിൽ അവരെന്ത് ചെയ്യട്ടെ? സൃഷ്ടിപൂജ ഒഴിവാക്കി സ്രഷ്ടാവിനെ ആരാധിക്കട്ടെ. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, സ്രഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സൂര്യനെ അല്ല ആരാധിക്കേണ്ടത്, സൂര്യൻ്റെ സ്രഷ്ടാവിനെയാണ്. ചന്ദ്രനെ അല്ല ആരാധിക്കേണ്ടത്, ചന്ദ്രൻ്റെ സ്രഷ്ടാവിനെയാണ്. മലക്കുകളെ അല്ല ആരാധിക്കേണ്ടത്, മലക്കുകളുടെ സ്രഷ്ടാവിനെയാണ്. പ്രവാചകന്മാരെ അല്ല ആരാധിക്കേണ്ടത്, പ്രവാചകന്മാരുടെ സ്രഷ്ടാവിനെയാണ്. ഔലിയാക്കളെ അല്ല ആരാധിക്കേണ്ടത്, ഔലിയാക്കളുടെ സ്രഷ്ടാവിനെയാണ്. ഇപ്രകാരം പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചതാരാണോ ആ ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ. സ്രഷ്ടാവ് ഒന്നു മാത്രമേ ഉള്ളൂ, അതുകൊണ്ടും ആരാധനക്കർഹൻ അവൻ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ സന്ദേശം, ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന ആദർശത്തിൻ്റെ സന്ദേശം, അതിൻ്റെ ആകത്തുക വളരെ ഭംഗിയായി യുക്തിഭദ്രമായി ഈ ആയത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ. സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും 21-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും
വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യരെ, മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ പൂർവ്വപിതാക്കളെയും സൃഷ്ടിച്ച ആ സ്രഷ്ടാവിനെ ആരാധിക്കണമെന്നാണ്. അതല്ലാതെ മുസ്ലിമീങ്ങളുടെ ദൈവത്തെ, അറബികളുടെ ദൈവത്തെ അങ്ങനെയല്ല. മനുഷ്യ സമൂഹത്തെ മുഴുവൻ സൃഷ്ടിച്ചതാരാണോ ആ സ്രഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. വർഗീയതയില്ലാത്ത വിശ്വാസം, പക്ഷപാതിത്വമില്ലാത്ത വിശ്വാസം, ആരിലേക്കും പ്രത്യേക ചായ്വ് കാണിക്കാത്ത വിശ്വാസം, എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ആദർശം, അതാണ് ഇസ്ലാമിൻ്റെ ആദർശം. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഒരു മെത്തയാക്കി തരികയും ആകാശത്തെ ഒരു മേൽപ്പുരയാക്കി തരികയും ഉപരിലോകത്തു നിന്ന് മഴ വർഷിച്ച് നിങ്ങൾക്കാവശ്യമായ സസ്യലതാദികളും കായികനികളും മുളപ്പിച്ചു തരികയും ചെയ്തവനാരോ അവനെ നിങ്ങൾ ആരാധിക്കൂ. എത്ര മനോഹരമായ ആദർശമാണ് ഇസ്ലാമിൻ്റെ ആദർശം. വ്യക്തികളുടെ, പ്രസ്ഥാനങ്ങളുടെ, വിഭാഗങ്ങളുടെ, രാഷ്ട്രങ്ങളുടെ, ഗോത്രങ്ങളുടെ ദൈവത്തിലേക്കല്ല, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവും മനുഷ്യരുടെ മുഴുവൻ സൃഷ്ടാവുമായ അള്ളാഹുവിലേക്കാണ് ഇസ്ലാം പ്രബോധനം ചെയ്യുന്നത്, ദഅവത്ത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തോട് വിളിച്ചു പറയേണ്ട ഒരു വലിയ സന്ദേശമായിട്ടാണ് 37-ാമത്തെ ആയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. സൂറത്തുൽ ഫുസ്സിലത്തിലെ വമിൻ ആയാത്തിഹിൽ ലൈലു വൻ നഹാർ, അവൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് രാത്രിയും പകലും. വശംസു വൽ ഖമറു, സൂര്യനും ചന്ദ്രനും. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമരി, അതുകൊണ്ട് സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, ഇവയെല്ലാം സൃഷ്ടിച്ച സ്രഷ്ടാവിന് നിങ്ങൾ സുജൂദ് ചെയ്യുക, നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ. അപ്പോൾ ഇസ്ലാമിൻ്റെ ആദർശം എന്താണ് എന്ന് ഒരാൾ ചോദിച്ചാൽ വളരെ സിമ്പിളായി നമുക്ക് നൽകാൻ പറ്റുന്ന മറുപടി, സ്രഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്, സൃഷ്ടികളെയല്ല. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശം. വളരെ സിമ്പിളാണ്. ഒരു സൃഷ്ടിയെയും ആരാധിച്ചുകൂടാ സ്രഷ്ടാവിനെ അല്ലാതെ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല. കാരണം സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ്, അള്ളാഹു അല്ലാത്തതെല്ലാം സൃഷ്ടിയാണ്. അതുകൊണ്ട് സൃഷ്ടികളെ ആരാധിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, സൃഷ്ടികളിൽ ഒരാളെയും ഒന്നിനെയും ആരാധിച്ചുകൂടാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നിട്ട് 38-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇൻ ഇസ്തക്ബറു, ഇനി അവർ അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ, ഇസ്തക്ബറ യസ്തക്ബിറു ഇസ്തിക്ബാറൻ, കിബർ കാണിക്കുക, അഹങ്കരിക്കുക, സത്യത്തെ തള്ളിക്കളയുക. ഫഇൻ ഇസ്തക്ബറു, ഇനി മനുഷ്യന്മാർ അഹങ്കരിച്ച് ഈ വലിയ സത്യത്തെ അവർ തള്ളിക്കളഞ്ഞാൽ, മനസ്സിലാക്കുക, ഫല്ലദീന ഇൻദ റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കലുള്ളവർ, അല്ലദീന ഇൻദ റബ്ബിക, നബിയെ താങ്കളുടെ രക്ഷിതാവിൻ്റെ അടുക്കലുള്ളവർ, യുസബ്ബിഹൂന ലഹു, അവന് തസ്ബീഹ് ചെയ്യുന്നു. സബ്ബഹ യുസബ്ബിഹു, തസ്ബീഹ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയെ വാഴ്ത്തുക, പരിശുദ്ധിയെ വാഴ്ത്തുക. യുസബ്ബിഹൂന ലഹു, അള്ളാഹുവിൻ്റെ പരിശുദ്ധി അവർ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ബില്ലൈലി വന്നഹാർ, രാത്രിയും പകലും ഒരുപോലെ. വഹും ലാ യസ്അമൂൻ, അവർ ഒട്ടും ക്ഷീണിക്കുന്നില്ല, മടുപ്പ് തോന്നുന്നില്ല, മടുപ്പ് കാണിക്കുന്നുമില്ല. സഇമ യസ്അമു സഅമൻ വസആമത്ത് എന്ന് പറഞ്ഞാൽ മടുപ്പ് തോന്നുക, അനിഷ്ടം തോന്നുക, അലസതയോടുകൂടി നിർത്തിക്കളയുക. അതിനാണ് സഇമ എന്ന് പറയുന്നത്. മടുപ്പ് തോന്നി നിർത്തിക്കളയലാണ്. എന്നാൽ വഹും ലാ യസ്അമൂൻ, അവർക്ക് ഒരിക്കലും മടുപ്പ് തോന്നുന്നേയില്ല. രാവു പകൽ ഒരുപോലെ തസ്ബീഹിലാണ്. ഒട്ടും അവർ നിർത്തിക്കളയുന്നില്ല, മടുപ്പ് തോന്നുന്നില്ല, മറിച്ച് അവർ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് 38-ാമത്തെ ആയത്തിൽ പറയുന്നത്. അതിൻ്റെ വ്യാഖ്യാനം നമുക്കൊന്ന് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, فَإِنِ اسْتَكْبَرُوا فَالَّذِينَ عِندَ رَبِّكَ يُسَبِّحُونَ لَهُ بِاللَّيْلِ وَالنَّهَارِ وَهُمْ لَا يَسْأَمُونَ. فَإِنِ اسْتَكْبَرُوا, അവർ അഹങ്കരിക്കുകയാണെങ്കിൽ. കാരണം അഹങ്കാരം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. എന്താണത്? അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖി വഗംതുന്നാസ്, സത്യത്തെ തള്ളിക്കളയലും മറ്റുള്ളവരെ ചെറുതായി കാണലും. അതിനാണ് കിബർ എന്ന് പറയുന്നത്, സത്യത്തെ തള്ളിക്കളയുക. അപ്പോൾ 37-ാമത്തെ ആയത്തിൽ ഇസ്ലാമിൻ്റെ തൗഹീദ് എന്താണെന്ന് കൃത്യമായി വിശദീകരിച്ചു. സ്രഷ്ടാവിനെ ആരാധിക്കണം, സൃഷ്ടികളെ ആരാധിക്കരുത്. അത് ആർക്കും എളുപ്പത്തിൽ ബോധ്യപ്പെടുന്ന ഒരു ആദർശമാണ്.
എന്നിട്ടും അതിനെ തള്ളിക്കളയുന്നവൻ അഹങ്കാരം കൊണ്ടല്ലാതെ അതിനെ തള്ളിക്കളയുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന് മാത്രം ആരാധന എന്നതിൽ നിന്ന് മാറി അള്ളാഹുവിനെയും ആരാധിക്കും, മറ്റുള്ളവരെയും ആരാധിക്കും. ഇല്ലെങ്കിൽ അള്ളാഹുവിനെ തന്നെ മാറ്റി നിർത്തി മറ്റുള്ളവരെ ആരാധിക്കും. രണ്ടാണെങ്കിലും, ഒന്ന് ശിർക്കാണ്, മറ്റൊന്ന് കുഫറാണ്, രണ്ടും നരകത്തിലാണ്. ആ രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന്, അവന് മാത്രം ആരാധനകൾ നൽകുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കരിച്ചുകൊണ്ട് മാറി നിന്നാൽ ഫഇനിസ്തക്ബറു, നിങ്ങൾ അറിയുക, ഫല്ലദീന ഇൻദ റബ്ബിക്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളവർ. അതുകൊണ്ടുള്ള ഉദ്ദേശം ഹുമുൽ മലായിക്ക, മലക്കുകളെയാണ് ഉദ്ദേശിച്ചത്. അള്ളാഹുവിൻ്റെ അടുക്കലുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മുഖറബീങ്ങളായ മലക്കുകളാണ്. ആ മലക്കുകൾ മനുഷ്യനേക്കാൾ എത്രയോ ശക്തരായ സൃഷ്ടികളാണ്, എത്രയോ ശക്തരായ സൃഷ്ടികളാണ്. അതേ സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരു വീഴ്ചയും അവർ വരുത്തുന്നില്ല. ഫല്ലദീന ഇൻദ റബ്ബിക യുസബ്ബിഹൂന ലഹു, അവർ അള്ളാഹുവിൻ്റെ തസ്ബീഹ് ചെയ്യുന്നു. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയലാണ്. പരിശുദ്ധിയെ വാഴ്ത്തുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ മഹത്വവും ഉദ്ഘോഷിക്കുക. അതോടൊപ്പം അള്ളാഹുവിന് ചേരാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു മുക്തനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക. സൃഷ്ടികൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള തെറ്റായ വിശ്വാസങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, അതിൽ നിന്നെല്ലാം അള്ളാഹു പരമപരിശുദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കുകയും അള്ളാഹു ഉന്നതമായ അസ്മാകളുടെ, നാമങ്ങളുടെയും സിഫാത്തുകളുടെ, ഗുണവിശേഷണങ്ങളുടെയും ഉടമസ്ഥനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിനാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മലക്കുകളുടെ തസ്ബീഹിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതാണ് അവരുടെ തസ്ബീഹ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് അവൻ്റെ സ്തുതികീർത്തനങ്ങൾ ഞങ്ങൾ പാടുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സ്തുതികീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അള്ളാഹുവിനെ എല്ലാ ന്യൂനതകളിൽ നിന്നും അള്ളാഹു മുക്തനാണ് എന്ന് പ്രഖ്യാപിക്കുകയും എല്ലാ ഔന്നിത്യമേറിയ ഗുണങ്ങളുടെയും സമ്പൂർണമായ പൂർത്തീകരണമാണ് അള്ളാഹുവിലുള്ളത് എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ തസ്ബീഹ്. ഇത് മലക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യുസബ്ബിഹൂന ലഹു, അള്ളാഹുവിൻ്റെ തസ്ബീഹ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ബില്ലൈലി വന്നഹാർ, രാത്രിയും പകലും മുഴുവനായി, രാവു പകൽ ഒരുപോലെ അവർ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വഹും, അവരാകട്ടെ ലാ യസ്അമുൻ, ഒരു മടിയും ഒരു മടുപ്പും കാണിക്കാതെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനാണെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണിതമായ സമയങ്ങളിലാണ് അവർക്ക് തസ്ബീഹ് നിർബന്ധമാക്കിയിട്ടുള്ളൂ. ഏത് സമയത്തും അത് ഐച്ഛികമാണ്. പക്ഷേ തസ്ബീഹ് അള്ളാഹു നിർബന്ധമാക്കിയതുപോലും നിർണിത സമയങ്ങളിലാണ്. അതിൽ പോലും മടുപ്പും അലസതയും കാണിക്കുന്നവനാണ് മനുഷ്യൻ. മറ്റു ചിലർ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നതിൽ നിന്ന് പൂർണ്ണമായും നിഷേധിച്ച് മാറി നിൽക്കുന്നവരുമാണ്. എന്നാൽ ഉന്നതരായ അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിച്ചിട്ടുള്ള മലക്കുകളാകട്ടെ ഒരു മടുപ്പും തോന്നാതെ രാവ് പകൽ ഒരുപോലെ അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നു. അതുകൊണ്ട് മനുഷ്യൻ അഹങ്കരിച്ചതുകൊണ്ട് എന്ത് കാര്യം, അവനേക്കാൾ ഉന്നതരായ സൃഷ്ടികൾ നിരന്തരമായി അള്ളാഹുവിന് തസ്ബീഹിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ, നീ അത് തിരിച്ചറിയുക. നിന്റെ അഹങ്കാരം കൊണ്ട് നിനക്ക് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല നഷ്ടമല്ലാതെ, നിന്റെ ധിക്കാരം കൊണ്ട് നിനക്ക് നഷ്ടമല്ലാതെ മറ്റൊന്നും ലഭിക്കാൻ പോകുന്നില്ല. നീ വലിയ യുക്തിവാദിയോ ബുദ്ധിമാനോ ഒന്നുമല്ല എന്നും അതിനേക്കാൾ യുക്തിയും ബുദ്ധിയും ശ്രേഷ്ഠതയുമുള്ള മലക്കുകൾ നിരന്തരമായി അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു എന്നും നിന്റെ അഹങ്കാരം നിന്നെ നരകത്തിലേക്കാണ് കൊണ്ടുപോവുക എന്നുമുള്ള ശക്തമായ ഒരു താക്കീത് കൂടിയാണ് ഈ ആയത്ത്. അതോടൊപ്പം വിശ്വാസികളായ ആളുകൾക്കുള്ള ഒരു പ്രചോദനവും ഈ ആയത്തിലുണ്ട്. ഉന്നതരായ മലക്കുകൾ രാവു പകൽ ഒരുപോലെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തിട്ടും അവർക്ക് യാതൊരു മടുപ്പും തോന്നുന്നില്ലെങ്കിൽ ബുദ്ധിമാനായ മനുഷ്യൻ, ബുദ്ധി നൽകപ്പെട്ട മനുഷ്യൻ, അവൻ തീർച്ചയായും തനിക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങൾ മുഴുവൻ അള്ളാഹുവിനുള്ള തസ്ബീഹിനും തഹ്മീദിനും തഹ്ലീലിനും തക്ബീറിനും, അഥവാ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ തുടങ്ങിയ അദ്കാറുകൾക്കും ഖുർആനിൻ്റെ പാരായണത്തിനും 5 വക്ത് നമസ്കാരത്തിനും മറ്റു ഐച്ഛിക നമസ്കാരങ്ങൾക്കും മറ്റു ഇബാദാത്തുകൾക്കുമൊക്കെ അവർ സമയം കണ്ടെത്തുകയും നിരന്തരം ആരാധനകളിൽ അവർ മുഴുകുകയും ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശം കൂടി ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇനിസ്തക്ബറു, ഇനി മനുഷ്യർ അഹങ്കരിക്കുകയാണെങ്കിൽ, ഫല്ലദീന ഇൻദ റബ്ബിക, അല്ലാഹുവിൻ്റെ അടുക്കലുള്ളവർ അഥവാ മലക്കുകൾ, യുസബ്ബിഹൂന ലഹു, അവന് തസ്ബീഹ് ചെയ്യുന്നു, ബില്ലൈലി വന്നഹാർ, രാത്രിയും പകലിലും ഒരുപോലെ, വഹും ലാ യസ്അമൂൻ, അവർ ഒരു മടുപ്പും കാണിക്കുന്നില്ല, ഒരു അലസതയും അവർ അതിൽ കാണിക്കുന്നില്ല. ഇനി വീണ്ടും 39-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ് എന്ന് നോക്കാം. وَمِنْ آيَاتِهِ أَنَّ
إنك ترى الأرض خاشعة فإذا أنزلنا عليها الماء اهتزت وربت إن الذي أحياها لمحيي الموتى إنه على كل شيء قدير. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽപ്പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അന്നക തറൽ അർള, നബിയെ താങ്കൾക്ക് ഭൂമിയെ കാണാം, അല്ലെങ്കിൽ നോക്കുന്ന ഏതൊരാൾക്കും ഭൂമിയെ കാണാം. റഅ യറാ റുഇയതൻ തറൽ അർള ഖാശിഅതൻ. ഖാശിഅതൻ എന്ന് പറഞ്ഞാൽ ഉണങ്ങി വരണ്ടതായി, അടങ്ങി നിൽക്കുന്നതായി, സക്കീനത്തോടുകൂടി. യഥാർത്ഥത്തിൽ ഖശഅ എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങുക, വയങ്ങുക, സമാധാനത്തോടുകൂടി നിലകൊള്ളുക, അടങ്ങിക്കഴിയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഖശഅ യഖ്ശഉ ഖുശൂഅൻ, ഖശഅ യഖ്ശഉ ഖുശൂഅൻ. അതാണ് നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അടങ്ങി ഒതുങ്ങി നമസ്കരിക്കുന്ന ആളുകൾ, ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവർ. ഇവിടെ ഭൂമിയെ ഖാശിഅത്തൻ അങ്ങനെ കാണാമെന്ന് പറഞ്ഞാൽ അടങ്ങി നിൽക്കുന്നത്, പ്രത്യേകിച്ച് ചലനമൊന്നുമില്ലാതെ ഉണങ്ങി വരണ്ട് നിൽക്കുന്ന അവസ്ഥക്കാണ് അത് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഫഇദ അൻസൽന, നാം ഇറക്കിയാൽ, അൻസല യുൻസിലു ഇൻസാലൻ, ഇറക്കുക. ഫഇദ അൻസൽന അലൈഹൽ മാഅ, ഭൂമിയുടെ മേൽ നാം വെള്ളമിറക്കിയാൽ അഥവാ മഴ വർഷിപ്പിച്ചാൽ, ഇഹ്തസ്സത്ത്, അത് ഇളകി മറയുന്നത് കാണാം. ഇഹ്തസ്സ എന്ന് പറഞ്ഞാൽ ഇളകുക, ചലനമുണ്ടാവുക. ഇഹ്തസ്സ യഹ്തസ്സു ഇഹ്തിസാസൻ, ഇഹ്തസ്സ യഹ്തസ്സു ഇഹ്തിസാസൻ, ചലനമുണ്ടാകുക, ഹറക്കത്തുണ്ടാകുക. ഇഹ്തസ്സത്ത്, അത് ചലിക്കുന്നു. വറബത്ത്, അതിൽ വികാസമുണ്ടാകുന്നു. അഥവാ ചെടികളും സസ്യലതാദികളുമൊക്കെ ഭൂമിയെ, അതിൻ്റെ മണ്ണിനെ ചലിപ്പിച്ച് ഭൂമിക്കടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നു. റബ എന്ന് പറഞ്ഞാൽ റബ യർബു റബുവൻ വറുബുവൻ എന്നൊക്കെ പറഞ്ഞാൽ വളർന്നു വരിക, വികസിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ടാണ് വളർത്തുന്നവന് റബ്ബ് എന്ന് പറയുന്നത്, വളർത്തുന്നവന് റബ്ബ്, രക്ഷിതാവ് എന്ന് പറയുന്നത്. വറബത്ത്, അപ്പോൾ ഭൂമി ഇളകുകയും വികസിക്കുകയും ചെയ്യുന്നത് കാണാം. ഇന്നല്ലദീ അഹ്യാഹ, തീർച്ചയായും അപ്രകാരം ഭൂമിക്ക് ജീവൻ നൽകിയവൻ, അഹ്യാ യുഹ്യി ഇഹ്യാഅൻ, ജീവൻ നൽകുക, അവൻ ലമുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ്. ഇന്നഹു, തീർച്ചയായും അവൻ, അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനുമാകുന്നു, ഖദീറാകുന്നു, കഴിവുള്ളവനുമാകുന്നു. അപ്പോൾ ഇവിടെ തൗഹീദിനെ സംബന്ധിച്ചും അതിലേക്കുള്ള ദഅവത്തിനെ സംബന്ധിച്ചും എല്ലാം പറഞ്ഞതിന് ശേഷം ആ ദഅവത്തിനെ നിഷേധിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞു. മലക്കുകളുടെ ആരാധനയെ സംബന്ധിച്ചെല്ലാം സൂചിപ്പിച്ചതിന് ശേഷം 39-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞതും ഏറെ ഗൗരവത്തോടുകൂടി കണക്കിലെടുക്കണം. കാരണം അങ്ങനെ അള്ളാഹുവിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അവിടെ സ്വർഗവും നരകവുമുണ്ട്. തൗഹീദിനെ ധിക്കരിച്ചവർക്ക് അറ്റമില്ലാത്ത നരകലോകത്തിലെ ജീവിതം, തൗഹീദ് അംഗീകരിച്ചവർക്ക് അവസാനിക്കാത്ത സ്വർഗലോകത്തിലെ ജീവിതവും. അപ്പോൾ മരണാനന്തരം അങ്ങനെ ഒരു ജീവിതമുണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കണ്ട, അങ്ങനെയൊന്നുണ്ട്. അതിനുള്ള തെളിവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. വമിൻ ആയാത്തിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട മറ്റൊരു ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കുന്ന അടയാളമാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണിത്. ആർക്കും കണ്ടെത്താൻ കഴിയുന്ന ഉദാഹരണം എന്താണത്? അന്നക തറൽ അർദ ഖാശിഅതൻ, ഭൂമിയെ നിങ്ങൾക്ക് വരണ്ട് ഉണങ്ങിയതായി കാണാം, ഒരു ചലനവുമില്ല, ചെടികളില്ല, പൂക്കളില്ല, ഒന്നുമില്ലാതെ ഉണങ്ങി വരണ്ട പ്രദേശം. അങ്ങനെയുള്ള പ്രദേശത്തേക്ക് ഫൈദ അൻസൽന അലൈഹൽ മാഅ, അള്ളാഹു മഴ വർഷിപ്പിച്ചാൽ ഇഹ്തസ്സത്ത്, ഭൂമി ഇളകുകയായി, അഥവാ മണ്ണുകളൊക്കെ ഒന്ന് ഇളകി മറയും. എന്നിട്ട് വറബത്ത്, അത് വികസിക്കും. എങ്ങനെ? സസ്യലതാദികൾ, ചെറിയ ചെടികൾ, പുല്ലുകൾ, മരങ്ങൾ എല്ലാം മുളച്ചു പൊന്തുന്നത് കാണാം.
കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കും മഴ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. മഴ ലഭിച്ചില്ലെങ്കിൽ നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഴ വളരെ അത്യാവശ്യമാണ് ഭൂമിക്കും ഭൂമിയുടെ വികാസത്തിനും സസ്യലതാദികൾ മുളച്ചു പൊന്താനും. മഴയെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെച്ചാൽ ഭൂമിയുടെ അവസ്ഥ എന്താണ്? അത് കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ഒരാവശ്യവുമില്ലാത്ത വിധം കണ്ണുകൊണ്ട് മനുഷ്യൻ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ ഉണങ്ങി വരേണ്ട ഭൂമിയിൽ നമ്മളവിടെ പോയി പരതി നോക്കിയാലോ അതല്ലെങ്കിൽ വല്ല ഉപകരണവും കൊണ്ട് അവിടെ കൊത്തി നോക്കി പരിശോധിച്ചാലൊന്നും അവിടെ വിത്തുകളോ ചെടിയുടെയോ സസ്യലതാദികളുടെയോ ഒന്നും ഒരുപക്ഷെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ആ മണ്ണൊക്കെ നമ്മൾ എത്ര പൊടിച്ചു നോക്കിയാലും നമുക്കൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ മഴ വർഷിക്കുമ്പോഴതാ അതിൽ നിന്ന് ചെടികളും പുല്ലുകളുമെല്ലാം മുളച്ചു പൊന്തുന്നു. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇപ്രകാരം തന്നെയാണ് നിങ്ങൾ മരിച്ചു മണ്ണായി കഴിഞ്ഞാലും നിങ്ങൾ മണ്ണ് മാന്തി നോക്കിയാൽ ഒന്നും കാണുന്നില്ല, എല്ലുകൾ വരെ നുരുമ്പിച്ചു പോയിരിക്കാം. പക്ഷേ നിങ്ങളെ ആ അവസ്ഥയിൽ നിന്ന് മുളപ്പിച്ചു കൊണ്ടുവരാൻ ജീവിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. ഉണങ്ങി വരേണ്ട ഭൂമിയിൽ നിന്ന് നിങ്ങൾ പോലും കാണാത്ത രൂപത്തിൽ സസ്യലതാദികളെ മുളപ്പിച്ചു കൊണ്ടുവരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനുഷ്യനെ ഇതേപോലെ മുളപ്പിച്ചു കൊണ്ടുവരാൻ ഒരു പ്രയാസവുമില്ല. നമുക്കറിയാം, സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ഒരു ചാറ്റൽ മഴ വർഷിപ്പിക്കും. ആ മഴ വർഷിക്കുമ്പോൾ ഖബറുകളിൽ ഉള്ള ആളുകൾ ചെടികൾ മുളച്ചു പൊന്തുന്നത് പോലെ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസാണ്. മനുഷ്യ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും നശിക്കുമെന്നും എന്നാൽ അജബുദ്ദനബ് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രം നശിക്കാതെ അവശേഷിക്കുമെന്നും അത് മനുഷ്യന് കാണാൻ പറ്റാത്ത അത്രയും നിസ്സാരമാണ്. പക്ഷെ അതിൽ നിന്ന് വിത്തുകളിൽ നിന്ന് ചെടികളെ മുളപ്പിക്കുന്നത് പോലെ മനുഷ്യനെ അള്ളാഹു കൊണ്ടുവരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉണങ്ങി വരേണ്ട ഭൂമി, നിർജീവമായി കിടക്കുന്ന ഭൂമിക്ക് മഴ വർഷിക്കുമ്പോൾ ജീവൻ ലഭിക്കുന്നത് പോലെ നിർജീവമായ നിങ്ങൾക്ക് അള്ളാഹു ജീവൻ നൽകുന്നതാണ്. അതുകൊണ്ടാണ് ഉടനെ പറഞ്ഞത്, ഫൈദാ അൻസൽനാ അലൈഹിൽ മാ ഇഹ്തസ്സത് വറബത്, മഴ വർഷിപ്പിച്ചാൽ ഭൂമി ഇളകുകയും വികസിക്കുകയും ചെയ്യുന്നു, സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നു. ഇന്നല്ലദീ അഹ്യാഹ, അങ്ങനെ നിർജീവമായ ഭൂമിക്ക് ജീവൻ നൽകിയവൻ ലമുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ അതിൽ സംശയം വേണ്ടതില്ല. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നതിൽ സംശയിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. കാരണം ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങളൊരു ബീജഗണം പോലുമായിരുന്നില്ല, പിന്നീട് ആ ബീജഗണത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ആ ബീജഗണത്തിൽ നിന്ന് പിന്നീട് അതിനെ സംയോജിപ്പിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിനെ വളർത്തിക്കൊണ്ടുവന്ന് പിന്നീട് കുഞ്ഞുങ്ങളായി നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വളരാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ശരീരത്തിൽ സംവിധാനിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ വളരാൻ ആവശ്യമായ മറ്റ് പുറത്തു നിന്ന് ലഭിക്കേണ്ട വിഭവങ്ങൾ എന്താണോ അതൊക്കെ ഭൂമിയിൽ സംവിധാനിച്ചത് അല്ലാഹുവാണ്. ഇതെല്ലാം ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങൾ ഒന്നുമില്ലാതിരുന്ന ഒരു അഡ്രസ്സ് പോലും, ഒരു പേര് പോലും നിങ്ങൾക്കുണ്ടാവാതിരുന്ന ഒരു സന്ദർഭത്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പേര് നൽകി ഒരു അസ്തിത്വമുണ്ടാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മരണാനന്തരം നിങ്ങളെ ജീവിപ്പിക്കുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. ഈ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ആയത്തുകളൊക്കെ പരസ്പരം കണക്റ്റഡാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു സുമ്മ ഇസ്തഖാമു, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും പിന്നീട് ഒരു നിലക്കും ശിർക്കിലേക്കോ മറ്റോ പോകാതെ ആ പാതയിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ. അതിനുശേഷം അവർക്കുള്ള സ്വർഗ്ഗലോകത്തെ സംബന്ധിച്ച് പറഞ്ഞു. പിന്നീട് ഇസ്ലാമിലേക്കുള്ള ദഅവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അത്തരം സന്ദർഭത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെ എങ്ങനെ നേരിടണമെന്ന് വിശദീകരിച്ചു. ക്ഷമയുടെ പ്രാധാന്യം പറഞ്ഞു. അതിനുശേഷം എന്താണ് ദഅവത്ത് നടത്തേണ്ടത്, അതിലേറ്റവും പ്രധാനപ്പെട്ട തൗഹീദിനെ വിശദീകരിച്ചു. ആ തൗഹീദിനെ വിശദീകരിച്ചതിന് ശേഷം അതിനെ നിഷേധിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് അവർക്കുള്ള താക്കീതും തൗഹീദിൻ്റെ ആളുകൾക്കുള്ള സന്തോഷവാർത്തയും കൂടി അടങ്ങുന്നതാണ് ഈ 39-ാമത്തെ ആയത്ത്. കാരണം നമ്മളുടെ എല്ലാ വിശ്വാസവും ആചാരവും കർമ്മവുമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് പരലോക വിശ്വാസത്തിലാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക്
പരലോകത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ഖുർആനിൻ്റെ 1/3 അതിനേക്കാൾ കൂടുതലോ പരലോകത്തെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ്. സ്വർഗം, നരകം, മരണാനന്തര ജീവിതം തുടങ്ങിയ വിശദീകരണങ്ങളാണ്. നാം നല്ലവരായി ജീവിക്കുന്നത് പോലും ആ പരലോകത്ത് രക്ഷപ്പെടാനാണ്. നാം തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലും പരലോകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാനുമാണ്. അതുകൊണ്ട് മരണാനന്തര ജീവിതം എന്നത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട വിശ്വാസകാര്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പറയാറുള്ളത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുക. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, ഞങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചിരിക്കുന്നു. ഇങ്ങനെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ കൂടെ ചേർത്ത് പറയുന്നതാണെന്ത്? പരലോകത്തിലുള്ള വിശ്വാസം. അതാണ് ഇവിടെയും തൗഹീദ് പറഞ്ഞതിന് ശേഷം ഉടനെ പരലോക വിശ്വാസത്തിൻ്റെ സത്യതയെ അള്ളാഹു ഊട്ടി ഉറപ്പിക്കുകയാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. നിർജീവമായ ഭൂമിക്ക് ജീവൻ നൽകുന്ന അവൻ അള്ളാഹുവാണെങ്കിൽ മരിച്ച മനുഷ്യരെ ജീവിപ്പിക്കുവാനും അവന് കഴിവുണ്ട്. അതുകൊണ്ട് ഒരാളും മരണാനന്തര ജീവിതത്തിൽ സംശയിക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് തൗഹീദുള്ള ആളുകൾക്ക് പ്രചോദനമാണ്. കാരണം നമ്മുടെ ജീവിതം വൃഥാവിലല്ല. സത്യനിഷേധികളുടെ ഏറ്റവും വലിയ നിരാശ എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്നത് ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ വലിയ നിരാശയിലാണ്. അവർക്കൊരു രോഗം വന്നാൽ അവർ നിരാശയിലാണ്. അവർ മരണത്തെ ഭയപ്പെടുന്നവരാണ്. കാരണം മരണാനന്തരം ഒരു ജീവിതം അവർക്കില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ആശ്വസിക്കാൻ വകുപ്പില്ല. കാരണം എന്താണ്? അവർ വിശ്വാസികളല്ല എന്നത് അവർക്ക് തന്നെ അറിയാം. എല്ലാ അർത്ഥത്തിലും നിരാശയിലാണവർ. എന്നാൽ വിശ്വാസികൾക്ക് രോഗമോ മരണമോ ഒന്നും ഒരു ഭയപ്പാടേയല്ല. കാരണം ഈ ജീവിതമല്ല യഥാർത്ഥ ജീവിതം. മരണാനന്തരം വേറൊരു ജീവിതമുണ്ട്, അവിടെയാണ് രക്ഷപ്പെടേണ്ടത് എന്നവർക്ക് നന്നായിട്ടറിയാം. ഇവിടെ ആരും ശാശ്വതരല്ല എന്നും അവർക്കറിയാം. ഇനി മരണാനന്തര ജീവിതത്തിലോ അള്ളാഹുവും പ്രവാചകന്മാരും പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുന്നതിനാൽ ഞങ്ങൾക്ക് വിജയമുണ്ടാകുമെന്ന ഒരു നല്ല പ്രതീക്ഷയിലുമാണ് വിശ്വാസികൾ. അപ്പോൾ തൗഹീദിൻ്റെ ആളുകൾക്ക് അള്ളാഹു പ്രതീക്ഷ നൽകുകയാണ്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അതോടൊപ്പം സത്യനിഷേധികൾക്ക് താക്കീതാണ്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് ഈ ആയത്തും ഏറെ ഗൗരവമർഹിക്കുന്ന ആയത്താണ്. അതെല്ലാം പഠിച്ചു ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക, മറ്റുള്ളവർക്കത് പ്രബോധനം ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.